എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ നമ്മുടെ ഈ സെമസ്റ്ററിലെ അവസാനത്തെ ക്ലാസ്സാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തേർഡ് മൊഡ്യൂളും അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്സാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അത് 4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ മാത്രം നമുക്ക് ഈസി ആയിട്ട് എന്തായാലും നമുക്ക് RNTCയിൽ നമുക്ക് പാസ്സാകാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് ലൈക്ക് ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ക്ലാസ് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല കമൻറ്റ്സ് തരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ അതേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് മൊഡ്യൂളിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി. നമ്മൾ നോക്കിയത് ഈ കാണുന്ന ഏപ്രിൽ 2025 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. നമുക്കിനി നവംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മൾ വീണ്ടും ഇനിയും പുതിയ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് വെറുതെ ക്ലാസ്സുകൾ കണ്ട് ഫ്രീ ആയിട്ട് ക്ലാസ് കണ്ട് മനസ്സിലാക്കി പോയി പ്രത്യേകിച്ച് യാതൊരുവിധ സപ്പോർട്ടും തരാണ്ട് പോവുകയാണെങ്കിൽ ക്ലാസ്സുകൾ പിന്നീട് കണ്ടക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ. സോ ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ബിഹേവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നല്ല ക്ലാസ് ആണെങ്കിൽ, അഥവാ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകൾ ചെയ്യാനും അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് താല്പര്യം വരുന്നത്. സോ നമ്മൾ ഇന്നലെ രാത്രി ചെയ്ത ക്ലാസ് അത്യാവശ്യം ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റായി വിചാരിക്കുന്നു. ഏകദേശം ഒരു 6-7 മണിക്കൂറിനെ കൊണ്ട് തന്നെ ഏകദേശം 500 വ്യൂസൊക്കെയാണ് കിട്ടിയുള്ളത്. അതായത് 500 വ്യൂസ് എന്ന് പറയുമ്പോൾ 500 സ്റ്റുഡൻസാണ് അത് യൂസ് ചെയ്യുന്നത്. സോ 500 സ്റ്റുഡൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 10% മാത്രമേ അതിനൊക്കെ ലൈക്കും അതൊക്കെ വരുന്നുള്ളൂ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടൊരു പരിഗണന, അതായത് നമ്മളിത്രയും ഒരു സമയമെടുത്ത് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിൻ്റെ PPT ഉണ്ടാക്കണം, അതുപോലെ തന്നെ PDF ഉണ്ടാക്കി അതിനുവേണ്ടി നമ്മൾ വേറെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. മാത്രമല്ല നമുക്ക് ആ ക്ലാസ് വെറുതെ അങ്ങോട്ട് വന്ന് എടുക്കാൻ കഴിയില്ല. നമ്മളതിന് മുന്നേ കുറച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ പുറകിൽ വരുന്നുണ്ട് അല്ലേ. നമ്മൾ ടൈമായിട്ടും നമ്മുടെ എഫക്റ്റീവായുള്ള ടൈം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. സോ നിങ്ങൾ അതൊരു മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞ പോലെ 500 പേര് കാണുമ്പോൾ 500 പേർക്ക് ഉപയോഗപ്പെടേണ്ട 500 പേരെങ്കിലും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഓക്കെ, സോ നമ്മൾ നവംബർ 2023 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന 5 തൊട്ട് 9 വരെ വരുന്ന നമ്മുടെ മൊഡ്യൂൾ 3ലെയും മൊഡ്യൂൾ 4ലെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. ദ റേഷ്യോ ഓഫ് കംപ്രസർ കപ്പാസിറ്റി ഓർ ദ സക്ഷൻ വോളിയം ടു ദ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം ഈസ് കോൾഡ്. ശരിക്കും നമ്മുടെ ശരിക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ചോദിക്കാൻ പാടില്ല. കാരണം അതൊരു കംപ്രസറിനുമായിട്ട്, ഒരു നോർമൽ കംപ്രസറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിലൊക്കെ ഒരുപക്ഷെ കംപ്രസറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തെർമൽ ലാബിലൊക്കെ നിങ്ങൾ കംപ്രസറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും അവിടെ വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് ശരിക്കും ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് കംപ്രസറിൻ്റെ ഒരു എഫിഷ്യൻസിയെ കുറിച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നൊരു ചോദ്യമാണ് 5ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്, റേഷ്യോ ഓഫ് കംപ്രസർ കപ്പാസിറ്റി അല്ലെ, കംപ്രസറിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ശരിക്കും വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ റെഫ്രിജറേഷൻ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കംപ്രസറിനെ കുറിച്ച് പഠിക്കുമെങ്കിലും എന്ത് ചെയ്യാറില്ല, ആ കംപ്രസറിൻ്റെ ഒരു ഇൻഡെപ്തിലേക്ക് നമ്മൾ പോകാറില്ല. അല്ല, നമ്മൾ ടൈപ്സ് ഓഫ് കംപ്രസറിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും വർക്കിംഗ് പ്രിൻസിപ്പിളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ
അതിൻ്റെ ഇതേപോലത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാറില്ല. കാരണം അത് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് വരുന്ന, അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റിൽ നമ്മൾ കംപ്രസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യമാണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോയി നമ്മൾ എന്ത് ചെയ്യണം, അത് ആൻസർ ചെയ്യാനുള്ള ബാധ്യത നമുക്കുണ്ട്. സോ അതിൻ്റെ ആൻസർ വരിക വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. ഓക്കെ, ഒരു കംപ്രസറിൻ്റെ സക്ഷൻ വോളിയം അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വോളിയം തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. സോ നമ്മുടെ ആൻസർ വരിക വോളിമെട്രിക് എഫിഷ്യൻസിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ അമോണിയ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റംസ് ദ ട്യൂബ്സ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ ആർ മെയ്ഡ് ഓഫ്. അപ്പോൾ അമോണിയ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറിൻ്റെ ട്യൂബൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമോണിയ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെറ്റീരിയൽ, നമ്മുടെ ആ ഒരു കണ്ടൻസറിൻ്റെ കോയിലിൻ്റെ ഒക്കെ മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ അമോണിയക്ക് വരെ നമ്മൾ വേറെ റെഫ്രിജറൻസ് ഉണ്ട്, R134A, അതുപോലത്തെ R12, R34, അങ്ങനത്തെ പല പല റെഫ്രിജറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമോണിയ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള കണ്ടൻസർ കോയിലിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പല ആൾക്ക് അതിൻ്റെ ആൻസർ ഒരുപക്ഷെ അറിയാത്തൊരു കാര്യമായിരിക്കും. കാരണം ഒരുപക്ഷെ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ടൈപ്സ് ഓഫ് റെഫ്രിജറൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ റെഫ്രിജറൻറ്റും എവിടേക്കാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ ഏതൊക്കെ ഡിവൈസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾ റെഫ്രിജറേറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ എയർ കണ്ടീഷണറിലും ഉപയോഗിക്കുന്ന ഒരേപോലത്തെ റെഫ്രിജറൻസ് അല്ല. അപ്പോൾ ഓരോന്നിൻ്റെ ആപ്ലിക്കേഷൻസ് മാറുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ കൂളറിൽ യൂസ് ചെയ്യുന്നത് മറ്റൊരു റെഫ്രിജറൻ്റാണ്. അപ്പോൾ നമ്മുടെ ഓരോ ആപ്ലിക്കേഷൻസ് മാറുമ്പോൾ എന്തായിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻസും മാറ്റം വരും. കാരണം അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിലും ഫ്രീസിംഗ് പോയിൻറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പല പ്രോപ്പർട്ടീസിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അമോണിയ ഉപയോഗിക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, നമ്മുടെ കണ്ടൻസറിൻ്റെ കോയിലിനൊക്കെ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ നിങ്ങൾക്കൊരു എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, കഴിയുമെങ്കിൽ കിട്ടിയ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നാളെ അഥവാ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓർമ്മ വരും, അമോണിയ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസറിൻ്റെ മെറ്റീരിയൽ ഇതായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ കഴിയുമെങ്കിൽ ഒന്ന് കണ്ടെത്തിയിട്ട് അത് കമൻറ്റ് ചെയ്യാം. സോ ഒരു മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. രണ്ടും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം വോളിമെട്രിക് എഫിഷ്യൻസി നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കംപ്രസർ പഠിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾക്ക് ഒരു പക്ഷേ 5th സെമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പല പല ഓട്ടോമോട്ടീവ് ലാബിലും അതുപോലെ തന്നെ തെർമൽ എഞ്ചിനീയറിംഗ് ലാബിലൊക്കെ നിങ്ങൾ പല പല കാര്യങ്ങൾ നമ്മുടെ എഞ്ചിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒരു പക്ഷേ വോളിമെട്രിക് എഫിഷ്യൻസി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഒരു ഹോംവർക്ക് പോലെ നിങ്ങളിപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ് ഒന്ന് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. കഴിയുമെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റ് ചെയ്യാം. സോ ആ 2 ക്വസ്റ്റ്യൻസാണ് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അല്ലേ, M4 എന്ന് പറഞ്ഞാൽ അത് മൊഡ്യൂൾ 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി മൊഡ്യൂൾ 3 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഈ 3 കാണുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്ത് സിമ്പിൾ സ്കെച്ച് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 1 തന്നെ ഫസ്റ്റ് പഠിച്ചൊരു കാര്യം നമ്മുടെ ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗറാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരയ്ക്കേണ്ടത് അല്ലേ. ഒരു നോർമൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഫിഗറാണ്. അതുപോലെ തന്നെ എല്ലാ പാർട്സും മാർക്ക് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇത് ശരിക്കും 3 മാർക്കിനൊന്നും ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം അത് സാധാരണ 7 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. അതായത് ആലോചിച്ച് നോക്കുക, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആണ് അല്ലേ. വർക്കിംഗ് ചോദിച്ചിട്ടുണ്ട് വിത്ത് എ നീറ്റ് സ്കെച്ചും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ വിത്ത് സിമ്പിൾ സ്കെച്ച്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് സ്കെച്ച് വരയ്ക്കുക. വർക്കിംഗ് വളരെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് വാരി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഒരു 2 3 4 പോയിൻറ്റ്സിൽ എന്ത് ഒതുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് പോകണം. കാരണം ഇതിന് മാക്സിമം മാർക്ക് 3 മാർക്കേ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ആൻസർ അറ്റൻഡ് ചെയ്താൽ മതി. സോ അതിന് ആൻസർ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ സ്ഥിരമായിട്ട് തിരിച്ചും മാർച്ചും ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ദ സിമ്പിൾ ഡയഗ്രാം ഓഫ് ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ ആൻഡ് മാർക്ക് ദ പാർട്സ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വരയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വരച്ചിട്ട് എന്ത് ചെയ്യാം, പാർട്സൊക്കെ അടയാളപ്പെടുത്തും. നമ്മുടെ വർക്കിംഗ് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ കംപ്രസറിൻ്റെ ചോദിച്ച പോലെ വർക്കിംഗ് അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിലധികം ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ ക്വസ്റ്റ്യൻ്റെ മാർക്കും നോക്കണം. ഇപ്പോൾ 3 മാർക്കിനൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡെക്കറേഷനൊന്നും ഭയങ്കര നീറ്റായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ സ്കെച്ച് മാത്രം വരയ്ക്കുക.
അപ്പോൾ നമ്മുടെ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്ററും അതുപോലെ തന്നെ ഷെൽ ആൻഡ് കോയിൽ കണ്ടൻസറൊക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു ഫിഗറാണ് വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ. അതായത് ഇവിടെ നമ്മുടെ ഒരു കണ്ടെയ്നർ, ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു വാട്ടർ കൂളറിൻ്റെ ഒരു അകത്തെ പോർഷനാണ് കാണിക്കുന്നത് വിചാരിക്കുക. അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഒരു കോയിൽ, ഷെൽ ആൻഡ് കോയിൽ എന്ന് പറയുമ്പോൾ ഇത് ഷെല്ലാണ്, അകത്തുള്ളത് കോയിലാണ് അല്ലേ. അപ്പോൾ ഇത് ഷെല്ല്, അകത്ത് കോയിൽ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോയിൽ. അപ്പോൾ കോയിലിൻ്റെ അകത്ത് കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ശേഷം അത് പുറത്തേക്ക് ഫ്ലോ ചെയ്യും. പുറത്തേക്ക് മീൻസ് അത് ഇവാപ്പറേറ്റർ കോയിലാണ് അല്ലേ. ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവാപ്പറേറ്റർ നേരെ പുറത്തേക്ക് കൊണ്ടാ പോവുക. ആലോചിച്ച് നോക്കൂ അല്ലേ. ഇവാപ്പറേറ്ററിൻ്റെ എവിടുന്നാണ് വരുന്നത് എല്ലാം നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കുക. നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ 4 പ്രധാനപ്പെട്ട പാർട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഏതാണ്, ഒന്ന് കംപ്രസർ അല്ലേ. ഒന്ന് കംപ്രസറാണ്. കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത് അല്ലേ. കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കണ്ടൻസറാണ് അല്ലേ. കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കണ്ടൻസർ. ശേഷം കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ, എക്സ്പാൻഷൻ ഡിവൈസാണ് അല്ലേ. എക്സ്പാൻഷൻ ഡിവൈസ്. എക്സ്പാൻഷൻ ഡിവൈസ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഇവാപ്പറേറ്ററാണ് അല്ലേ. പിന്നെ വരുന്നത് ഇവാപ്പറേറ്റർ പിന്നെ വീണ്ടും കംപ്രസറിലേക്ക് അല്ലേ. എല്ലാവർക്കും അറിയാം ഇത് കംപ്രസറാണ്, ഇത് കണ്ടൻസർ അല്ലേ. കണ്ടൻസർ. ഇത് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ്. ഇത് നമ്മുടെ ഇവാപ്പറേറ്റർ അല്ലേ. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ റെഫ്രിജറേഷൻ സൈക്കിൾ വർക്കിംഗ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ കംപ്രസർ എന്ത് ചെയ്യും, റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യും. ശേഷം അത് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റാണ് എങ്ങോട്ട് പോകുന്നത്, നമ്മുടെ കണ്ടൻസറിലേക്ക് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇനി കണ്ടൻസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ആളാണല്ലേ. ഹീറ്റിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് എ സി ഒക്കെ ആലോചിച്ച് നോക്കുക അല്ലെ. എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സ്പ്ലിറ്റ് എ സിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തുണ്ടായിരിക്കും. അതിൻ്റെ മേലൊരു ഫാനും അതിൻ്റെ അകത്തൊരു ഫാനും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഫാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ റൂമിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന, നമ്മുടെ ഇവാപ്പറേറ്ററിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന് എന്ത് ചെയ്യും, ഈ കണ്ടൻസർ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അകത്തൂടെ പാസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ ഫേസിൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് ഇൻടേക്ക് പോയിട്ടുള്ള റെഫ്രിജറൻറ്റ് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് ആണ്. അതെന്തായിട്ട് മാറി, സെയിം ഹൈ പ്രഷർ. ഇതിൻ്റെ നമ്മുടെ കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ എഴുതാം കേട്ടോ. കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് ഞാൻ സംഭവിക്കുന്ന ഫേസ് ഇവിടെ എഴുതാം. അതായത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് സംഭവിച്ചു. അതായത് ഇവിടെയുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് എന്തായി മാറാണ്, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിട്ട് മാറി. ടെമ്പറേച്ചറും പ്രഷറും എന്താണ്, സെയിം ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ അല്ല. ഇവിടെയുള്ള പോലെ തന്നെ ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ തന്നെയാണ്. ഇനി എന്ത് ചെയ്യും അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതായത് ഇനി സംഭവിക്കാൻ പോകുന്ന നമ്മുടെ ഈ കണ്ടൻസറിൽ നിന്ന് പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് നേരെ ഫ്ലോ ചെയ്യുന്ന നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിലേക്കാണ് അല്ലേ. എന്താണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ, കംപ്രസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസ് ചെയ്യുന്നത്. അതിനെ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. കംപ്രസർ കംപ്രസ് ചെയ്യും അല്ലേ. കംപ്രസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രഷർ കൂടുകയും അല്ലേ, വോളിയം ചുരുങ്ങുമ്പോൾ പ്രഷർ കൂടുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നത്. ഇനി എക്സ്പാൻഷൻ സംഭവിക്കുക നേരെ തിരിച്ച് സംഭവിക്കും. എന്ത് സംഭവിക്കും, ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതാം. ലോ പ്രഷറാവും അല്ലേ. ലോ പ്രഷറാവുമ്പോൾ ലോ ടെമ്പറേച്ചറാവും. സെയിം ലിക്വിഡ് റെഫ്രിജറൻറ്റിനാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്, പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്നും പുറത്തേക്ക് വരും അല്ലെ. ഇവിടുന്ന് പുറത്തേക്ക് പോയി കാണിക്കുന്ന അല്ലെ, ഇവിടെ ആരോ മാർക്ക് കാണിക്കുക അല്ലെ. ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന ആരാണ്, നമ്മുടെ
ഈ പറഞ്ഞ പോലെ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റിഫ്രിജറൻ്റ് ആണ്. ഇനി എന്ത് ചെയ്യാണ്, ആ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റിഫ്രിജറൻ്റ് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലിലേക്കാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ എവിടെയാണ് ഉണ്ടാവുക? ഇപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ കേസിലാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ അകത്താണ് ഇവാപ്പറേറ്റർ കോയിൽ ഉണ്ടാവുക. അതായത് സാധാരണ ഗതിയിൽ നമ്മുടെ ഫ്രീസറിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ഷെല്ലിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഹീറ്റിനെ ആര് അബ്സോർബ് ചെയ്യും? നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ കൂടെ പോകുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് അബ്സോർബ് ചെയ്യാണ് ഹീറ്റിനെ, ചുറ്റുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവാപ്പറേറ്ററിലേക്ക് എത്തിയുള്ള ആൾ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്, ലോ ടെമ്പറേച്ചറാണ്, ലോ പ്രഷറാണ്. എന്തായിട്ട് മാറും? പറയൂ, നിങ്ങൾ പറയൂ, ആലോചിച്ച് നോക്ക്. എന്തായിട്ട് മാറും? അത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഈ ലിക്വിഡ് റെഫ്രിജറൻ്റ് വീണ്ടും ആരായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. ഓക്കെ, അതായത് ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളാരാണ്? വീണ്ടും വേപ്പർ റെഫ്രിജറൻ്റ് തന്നെ ആയിരിക്കും. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുകയാണ്. ലേറ്റൻ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു. വേപ്പർ റെഫ്രിജറൻ്റ് ആണ് പിന്നെ എങ്ങോട്ട് പോവുക? നമ്മുടെ കംപ്രസറിനകത്തേക്ക് പോവുക. ഇതാണ് നമ്മുടെ ഒരു കോമൺ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മുടെ വേപ്പർ കംപ്രഷൻ നമ്മൾ VCRS എന്ന് പറയും. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഫ്രിഡ്ജിലും അതായത് റെഫ്രിജറേറ്ററിലും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന AC യിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സൈക്കിളാണ് അല്ലേ. അതായത് ആലോചിച്ച് നോക്കുക, നമ്മൾ നമ്മുടെ റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ AC യിലൊക്കെ നമ്മൾ പവർ കൊടുക്കുന്നത് എങ്ങോട്ടാണ്? നമ്മൾ കംപ്രസറിലേക്കാണ് പവർ കൊടുക്കുന്നത്. എന്ത് പവർ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയിലെ നമ്മൾ പ്ലഗ് ചെയ്യും, ഓൺ ആക്കുമ്പോൾ കംപ്രസറിലേക്ക് പവർ കൊടുക്കണം. അപ്പോൾ കംപ്രസറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യിക്കുന്നത്. ഈ കംപ്രസറാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. കംപ്രസർ കേടായാൽ സിസ്റ്റം മൊത്തം നിലച്ചു പോകും. സോ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനിയും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിക്കുക. നാളെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് 99% ഷോർട്ട് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഈ ഒരു VCRS സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിനെ കുറിച്ചോ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ 4 പ്രധാനപ്പെട്ട ഡിവൈസുകളുടെയും ഫങ്ഷൻസ് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ എക്സാമ്പിൾ ഷുവറായിട്ടും ഏതെങ്കിലും ഒരു കംപ്രസറോ ഏതെങ്കിലും ഒരു കണ്ടൻസറോ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ ഡിവൈസോ ഏതെങ്കിലും ഒരു ഇവാപ്പറേറ്ററോ ഉറപ്പായിട്ടും ചോദിക്കും. 3 മാർക്കിനും 7 മാർക്കിനും ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിഗർ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ എന്തൊക്കെയോ ഫിഗർ വരച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ എഴുതി വെക്കുന്ന ഒരവസ്ഥയാവും. പക്ഷേ നിങ്ങൾ ഈ കാര്യം ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു 18 മിനിറ്റ് ക്ലാസ് കണ്ടതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? അത് ഫീഡ്ബാക്കായിട്ട് നിങ്ങൾ അറിയിക്കുക. സോ നമ്മൾ പറഞ്ഞു ഇല്ലേ, നമ്മൾ കറണ്ട് കൊടുക്കുന്ന ആൾ കംപ്രസറിലേക്കാണ് കറണ്ട് കൊടുക്കുക. കംപ്രസറാണ് മൊത്തം റൺ അയക്കുന്നത് അല്ലേ. പിന്നെ അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുന്ന ഇവിടെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്ററാണ് അല്ലേ. അപ്പോൾ കുറേ ടൈപ്പ് ഇവാപ്പറേറ്റർ വരുന്നുണ്ട്. ഷെൽ ആൻഡ് കോയിലും ഷെൽ ആൻഡ് ട്യൂബും പിന്നെ പിന്നെ ഏതായിരുന്നു ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. അങ്ങനെ പല പല ടൈപ്പ് ഏകദേശം 3-4 ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സ് വരുന്ന നമ്മളതെല്ലാം നമ്മൾ തേർഡ് മൊഡ്യൂളൊക്കെ പഠിച്ചാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷെൽ ആൻഡ് കോയിലാണ് അല്ലേ. അപ്പോൾ ഷെൽ ആൻഡ് കോയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഷെല്ല്. അതിലേക്ക് എന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്? നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലാണ് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നേരത്തെ തുടങ്ങിയല്ലേ, നമ്മൾ ജസ്റ്റ് അറിയാണ്ട് ഇവിടെ നിന്നാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു സൈക്കിളിലേക്ക് മൊത്തം പോകേണ്ടി വന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്ററിലേക്ക് ഇൻടേക്ക് വരുന്ന ഭാഗം ഇതാണ്, ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭാഗം ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്ലാസ് കണ്ട സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം. ഇവാപ്പറേറ്ററിലേക്ക് ഇൻടേക്ക് വരുന്നത് ഏത് ഡിവൈസിൽ നിന്നാണ്? പറയൂ. അതുപോലെ ഇവാപ്പറേറ്ററിൽ നിന്ന് എക്സിറ്റ് പോകുന്നത് ഏത് ഡിവൈസിലേക്കാണ്? രണ്ടിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ്പാൻഷൻ ഡിവൈസിൽ നിന്നാണ് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നത്. ഇവാപ്പറേറ്ററിൽ നിന്ന് പോകുന്നത് കംപ്രസറിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ എന്താണ് ചെയ്യുന്നത് ഇവിടെ? അറിയില്ലേ എന്താണ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. ഇവാപ്പറേറ്റർ കോയിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ കാണുന്ന കണ്ടെയ്നറില്ലേ, ഇത് നമ്മുടെ ഒരു വാട്ടർ കൂളറാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ബക്കറ്റാണെന്ന് വിചാരിക്കുക ജസ്റ്റ്. ഓക്കെ, നമ്മൾ ഈ ബക്കറ്റിലേക്ക് എന്ത് ചെയ്തതാണ്? ഈ ഇവാപ്പറേറ്റർ കോയിൽ ഇറക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കുക, കംപ്രസർ റൺ ചെയ്യും, അതിനെ കംപ്രസ് ചെയ്യും, പിന്നെ അതിനെ കണ്ടൻസ് ചെയ്യും, പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യും. ശേഷം നമ്മുടെ റെഫ്രിജറൻറ്റ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കയറി വരാം കേട്ടോ, ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ ഇതിലേക്ക് കയറി വരുന്ന റെഫ്രിജറൻറ്റിൻ്റെ അവസ്ഥ എന്താണ് അവസ്ഥ പറയും, അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറിൻ്റെയൊക്കെ അവസ്ഥ എന്താണ് അല്ലേ, നിങ്ങൾക്കറിയില്ലേ എന്താണ്? ലോ പ്രഷർ ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്ക് വരുന്നത്. എന്ത് ചെയ്യണം, ഈ കോയിലിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ ഇയാൾ പോവുകയാണ്, ഈ പറഞ്ഞ ആൾക്കാർ മീൻസ് ഈ അവസ്ഥയിലുള്ള ആൾ പോവുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ചുറ്റും അല്ലേ കോയിൽ തണുക്കും അല്ലേ, കോയിൽ കൂളാവുമ്പം ഇതിനകത്ത് എന്തുണ്ട്, നമ്മൾ വാട്ടർ കൂളറല്ല, ഞാൻ പറഞ്ഞു വാട്ടർ കൂളറാണ്. സോ ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുക, ഒരു നോർമൽ റൂം ടെമ്പറേച്ചറുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ആ ടെമ്പറേച്ചർ ഈ ഇവാപറേറ്റർ കോയിൽ അബ്സോർബ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ എന്ത് ചെയ്യും, വെള്ളം തണുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ കോയിലിൻ്റെ അകത്ത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്തില്ലേ, ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും കംപ്രസറിലേക്ക് പോകുന്നു, കണ്ടൻസറിലേക്ക് പോകുന്നു, എക്സ്പാൻഷൻ ഡിവൈസിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് സംഭവിക്കുന്നത് അല്ലേ. എന്താ സംഭവിക്കുക, കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്തായി മാറും, ഈ ഇതിനകത്തുള്ള വെള്ളം മൊത്തം തണുത്ത് ചിലപ്പം ഫ്രീസായി മാറും അല്ലേ, അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അത് ഫ്രീസായി മാറും. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ ഒരു വർക്കിംഗ് അല്ലേ, നിങ്ങൾക്കറിയാലോ. ഇത് കോയിലാണ്, വാട്ടർ എന്ന് പറയുന്നതാണ്, നമ്മളിതിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ഭാഗമാണ്. എന്ത് ചെയ്യാം, നമുക്കിവിടെ ഒരു ടാപ്പ് വേണം വെക്കാം അല്ലേ. ഇവിടെ ടാപ്പ് വെച്ച് എന്ത് ചെയ്യാം, ടാപ്പ് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് വെള്ളം എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം, തണുത്ത വെള്ളം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇവിടുന്ന് ടാങ്കിൽ എന്ത് ചെയ്യാം, വേറെ പൈപ്പിൻ്റെ കണക്ഷൻ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു വാൾവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും വെള്ളം കുറയുമ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കാം. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. സോ നിങ്ങൾ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എഴുതാണ്ട് വിട്ട് പോകരുത്. ഇപ്പോൾ എത്ര നേരം ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതനുസരിച്ച് നിങ്ങളതിന് ഫീഡ്ബാക്ക് തരിക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനിയുള്ള സെമിസ്റ്ററിൽ മുന്നോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഈ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഇത് 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഉറപ്പായിട്ടും ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആൻസർ ക്ലാസ് കഴിഞ്ഞ ശേഷം നോക്കുക കേട്ടോ. ഇവിടെ ഒരു മാർക്ക് ഈ 3, 3, 6 മൊത്തം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 2 സെറ്റാണ് ഉണ്ടാവുക. ഇതൊരു സെറ്റാണ്, ഇത് രണ്ടാമത്തെ സെറ്റാണ്. തേർഡ് മൊഡ്യൂളിൽ 2 സെറ്റ് ഉണ്ടാവും, അതുപോലെ ഫോർത്ത് മൊഡ്യൂളിൽ 2 സെറ്റ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് സെറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ വിത്ത് എ ഡയഗ്രാം അല്ലേ. അപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്ററാണ് ചോദിച്ചുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഷെൽ ആൻഡ് കോയിലാണ് അല്ലേ. ഇപ്പോൾ ഷെൽ ആൻഡ് ട്യൂബും ഷെൽ ആൻഡ് കോയിലും എന്ന് പറയുമ്പോൾ നിങ്ങൾ മഹാസംഭവമായിട്ട് വിചാരിക്കേണ്ടതില്ല. അതിൻ്റെ പേര് തന്നെ ആലോചിച്ച് നോക്കുക. ഷെല്ലും ട്യൂബും, നേരത്തെ പഠിച്ച ഷെല്ലും കോയിലുമാണ്. അതായത് അതിൻ്റെ അകത്തുള്ള ആ ഒരു സെറ്റപ്പാണ് ആ സെറ്റപ്പ് അനുസരിച്ചാണ് ഇവർ പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് വരുമ്പോൾ എങ്ങനെ വരിക, അതിൻ്റെ ഫിഗർ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വർക്കിംഗ് എന്ത് ചെയ്യുക, വർക്കിംഗ് എല്ലാം കോമൺ അല്ല, എല്ലാത്തിനും ഒരേപോലെ തന്നെ വർക്കിംഗ് വരിക. ഒറ്റ പ്രാവശ്യം ഇവാപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണ്ട, നമ്മൾ ഓരോന്നിലും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്, നിങ്ങളിത് കാണുമ്പോൾ എന്താ വലിയൊരു മഹാസംഭവം തോന്നണ്ട. ഈ ഷെൽ ആൻഡ് ട്യൂബിൽ അല്ലേ, ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഷെല്ലാണ് ഈ കാണുന്ന വലിയ ഷെല്ല്, അത്രയേ ഉള്ളൂ. ഈ ട്യൂബ് ഏതാണ്, ഇതിനകത്തുള്ള ഈ ഒറിജിനൽ ട്യൂബ്സാണ് ഈ ട്യൂബ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെ നോക്കൂ. റെഫ്രിജറൻറ്റ് നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ അല്ലേ ഇങ്ങനെ വരച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കോയിൽ വരച്ച് വെച്ചാൽ അല്ല ഇങ്ങനെ വരച്ച് വെച്ചാൽ ഇവിടുന്ന് വാട്ടർ ഇന്നും കൊടുക്കുക, ഇവിടുന്ന് വാട്ടർ ഔട്ടും കൊടുക്കുക, ഇവിടെ റെഫ്രിജറൻറ്റ് ഇന്നും കൊടുക്കുക, ഇവിടുന്ന് റെഫ്രിജറൻറ്റ് ഔട്ടും കൊടുത്താൽ നമ്മുടെ ഷെൽ ആൻഡ് കോയിൽ ഇവാപ്പറേറ്ററായി. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ഷെൽ ആൻഡ് ട്യൂബാണ്. അപ്പോൾ വലിയൊരു ഷെല്ല് ട്യൂബ് എന്ന് പറയുമ്പോൾ ട്യൂബ്സ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ച് വെക്കുക. ഇനി എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ട്യൂബിൻ്റെ അകത്തുകൂടെ ആര് പാസ് ചെയ്യും, നേരത്തെ കോയിൽ കൂടെ റെഫ്രിജറൻറ്റ് പാസ് ചെയ്തു, ഇവിടെ ആര് പാസ് ചെയ്യും, കണ്ടോ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈ ട്യൂബിൻ്റെ അകത്ത് കൂടെ കയറുകയാണ്. അല്ല നമ്മുടെ എക്സ്പാൻഷൻ വാൾവ് എന്ന് എന്ത് ചെയ്യും, എക്സ്പാൻഷൻ വാൾവ് നമുക്കറിയാം ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കും, നേരെ നമ്മുടെ ട്യൂബിലേക്ക് കയറും. നേരത്തെ പറഞ്ഞ പോലെ ട്യൂബിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യാണ്. എന്ത് ചെയ്യും, ഇതിനകത്ത് മൊത്തം നമ്മൾ വെള്ളം നിറച്ച് വെക്കുകയാണ് അല്ലേ, വെള്ളം വിചാരിക്കുക, വെള്ളം മൊത്തം നിറച്ച് വെച്ചാൽ എന്തായിരിക്കും, ആ കോയിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് വേപ്പർ റെഫ്രിജറൻറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. സോ ഇതിൻ്റെ എക്സിറ്റ് നോക്കുക, കണ്ടോ ഇവിടെ എന്താ എഴുതിയുള്ളത്, വേപ്പർ റെഫ്രിജറൻറ്റ് ടു കംപ്രസർ. എന്ത് ചെയ്യാണ്, ആ വേപ്പർ റെഫ്രിജറൻ്റാണ് പിന്നെ കംപ്രസറിലേക്ക് ഫ്ലോ ചെയ്യുന്നത്.
പിന്നെ മേലെ 2 വഴി കാണുന്നുണ്ടായിരിക്കും. ഏതൊക്കെയാണ് 2 വഴികൾ? അല്ലെ, ലിക്വിഡിന് നമുക്ക് തണുപ്പിക്കാനുള്ള വെള്ളം ഒഴിക്കുന്ന ഭാഗം, ചിൽഡ് ലിക്വിഡ് ഔട്ട് എന്ത് ചെയ്യാം, നമുക്ക് തണുപ്പിച്ച വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഭാഗം. അല്ലെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഔട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ചാൽ നമുക്ക് ഈസി ആയി. കാരണം ഇവിടെ ഒരു പൈപ്പ് വെച്ചാൽ നമുക്ക് വേറൊരു എക്സ്റ്റേണൽ എനർജി ഒന്നും കൊടുക്കണ്ട. നേരെ പൈപ്പ് ഉണ്ട്, അല്ലെ, ടാപ്പ് തുറന്നാൽ നേരെ തണുത്ത വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ ഫിഗർ വെച്ച് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പക്ഷേ ഇതുവരെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചിലപ്പം ഇത്രയും സമയം കൊണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് കുറച്ചെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ 7 മാർക്ക് ഉറപ്പല്ലേ? ഇതാരും ആൻസർ ചെയ്യാതിരിക്കില്ലല്ലോ. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യണം ഉറപ്പായിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് വിത്ത് എ നീറ്റ് സ്കെച്ച്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക. മൊഡ്യൂൾ 3ൻ്റെ എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് തെർമോസ്റ്റാറ്റിക് ആണ്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഞാൻ വീണ്ടും ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നിങ്ങളെ ക്ലാസ് ഒന്ന് ആ ക്ലാസ് കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ആൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ആ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ സേഫാണ് അല്ലേ. ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചാണ്, നമുക്ക് ഉറപ്പായിട്ടും ഇതൊന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതി നമുക്ക് 7 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത സെറ്റ് നോക്കാം, ഡിസ്ക്രൈബ് ദ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 4 ഡിവൈസും വരച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ ഞാൻ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആ സംഭവം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 7 മാർക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ അതും ഓക്കെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക്സ് റെഫ്രിജറേഷൻ. അപ്പോൾ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ ക്രയോജനിക്സിലെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താണ് ക്രയോജനിക്സ് എന്ന് പഠിക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസും അപ്ലിക്കേഷൻസും. മാക്സിമം ഒരു 10 മിനിറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നാളത്തെ എക്സാമിൽ ചോദിച്ചാൽ നമുക്ക് എന്തായാലും 7 മാർക്കോ അല്ലെങ്കിൽ 7+3 ഒരു 10 മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റും. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ സേഫ് സോണിലാണ്. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഈ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ 1 മാർക്കിൻ്റെ. ബാക്കി 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനും ഓക്കെയാണ്. അതുപോലെ 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനും ഏത് ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, 14 മാർക്കും 6 മാർക്കും കിട്ടി, 20 മാർക്കായി. പിന്നെ ആ ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ച് എനിക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ആ ടോപ്പിക്ക് സാധാരണ ഗതിയിൽ നമ്മുടെ RIC പഠിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പഠിപ്പിക്കാറില്ല. സോ അതുകൊണ്ട് എന്താണ്, അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്, നവംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂറായി. ഞാൻ മാക്സിമം അരമണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കഴിയുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക്, നിങ്ങൾ ഇന്ന് കാണുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് ഇന്ന് രാത്രി കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ക്ലാസ് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.